കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം എന്നുള്ള നിലയിൽ ഒരു ചില ഭാഗങ്ങൾ ഇവിടെ കേരളത്തിൽ പ്രദർശിപ്പിച്ചായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. ഒന്നാം ഭാഗത്തിന്റെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അത് വെറും രാഷ്ട്രീയം മാത്രമാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അത് തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നാമത്തെ സ്റ്റോറി വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വർഗീയ സംഘർഷങ്ങളാണല്ലോ. വർഗീയ സംഘർഷവും അതുപോലെ മതേതരത്തിന് എതിരായിട്ടുള്ള പോരാട്ടങ്ങളും ഒക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്താകെ. കേരളം അതിൽ നിന്നൊക്കെ വ്യത്യാസമാണല്ലോ. അതുകൊണ്ട് രണ്ടാം സ്റ്റോറിയിൽ പറയുന്ന നുണപ്രചരണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നു മാത്രമല്ല, യഥാർത്ഥ കേരള സ്റ്റോറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് അത് ബോധ്യമാണ്, കുറച്ചുകൂടെ ബോധ്യപ്പെടും. അത് സിനിമയുടെ ദുരുദ്ദേശപരമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്താണ് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കേരള സ്റ്റോറി രണ്ടാമാണല്ലോ. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ബോധപൂർവം തയ്യാറാക്കിയിട്ടുള്ള സ്റ്റോറിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും.